നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. അപ്പോൾ USS എക്സാം CM കിഡ് സ്കോളർഷിപ്പിൻ്റെ UP ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള USS എക്സാമിലെ പഴയ USS എക്സാം എഴുതാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന മക്കളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. വീഡിയോ എന്ത് ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെ കാണുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും മക്കളെ അവസാനം എന്ത് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്ത് ചെയ്യുക, കമൻറ്റായി വീഡിയോ എന്താണ്, വീഡിയോ സെറ്റാണ്, മലയാളം അടിപൊളിയാണ് എന്ത് ചെയ്യുക, കമൻറ്റായി എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായി വീഡിയോയിലേക്ക് പോകുന്നു മക്കളെ. ചില ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഈ പുതിയ പരീക്ഷയുടെ രീതിക്കനുസരിച്ചാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം നല്ല രീതിയിൽ ചോദ്യം വായിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. ചോദ്യം നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാം, ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക്, ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി. അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ, നിങ്ങളെ തെറ്റായ ഉത്തരം സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഓപ്ഷനുകൾ ഉണ്ടാവുക എന്നെന്ത് ചെയ്യുക, ആദ്യം ഓർക്കുക. അപ്പോൾ മലയാളത്തിലെ ചില ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു. ആദ്യത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ചെറുശ്ശേരിയുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ചെറുശ്ശേരിയുമായി ബന്ധപ്പെട്ടത് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു. ഒന്നാമത്തെ പ്രസ്താവന. 2, കോലത്ത് നാട്ടിലെ ഉദയവർമ്മ രാജാവിന്റെ കൊട്ടാരം കവിയായിരുന്നു. രണ്ടാമത്തെ പ്രസ്താവന. കൃഷ്ണഗാഥ പ്രധാന കൃതിയാണ്. മൂന്നാമത്തെ പ്രസ്താവന. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നതാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. നാലാമത്തെ പ്രസ്താവന. ഈ പ്രസ്താവനയിൽ ഏതാണ് ശരിയെന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മൾ ഓരോ പ്രസ്താവനയും വായിക്കുന്നു, എന്നൊരു ഉത്തരം എഴുതാണ്. ആദ്യത്തത് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു. പ്രസ്താവന ശരിയാണോ? അല്ല, തെറ്റാണ്. കാരണം പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് ചെറുശ്ശേരി. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ ഒന്നാമത്തെ എന്താണ്, തെറ്റാണ്. രണ്ടാമത്തത് കോലത്ത് നാട്ടിലെ ഉദയവർമ്മ രാജാവിന്റെ കൊട്ടാരം കവിയായിരുന്നു. ശരിയാണോ? ശരിയാണ്. കോലത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ എന്ന രാജാവിന്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ചെറുശ്ശേരി. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന എന്താടാ, ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന കൃഷ്ണഗാഥ പ്രധാന കൃതി. ശരിയാണോ? ശരിയാണ്. നമ്മൾ പഠിച്ചതാണ്. കൃഷ്ണഗാഥയാണ് ചെറുശ്ശേരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി. ഇനി നാലാമത്തെ പ്രസ്താവന. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലൂടെയാണ്. അതും എന്താണ്, ശരിയാണ്. ചെറുശ്ശേരിയൊക്കെ കവിതകൾ എഴുതിയിരുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മലയാളത്തിൽ മലയാള ഭാഷയ്ക്കൊപ്പം സംസ്കൃതത്തിന്റെയും തമിഴിന്റെയും ഒക്കെ അതിപ്രസരം ഉണ്ടായിരുന്ന വാക്കുകളൊക്കെ കൂട്ടിച്ചേർന്ന ആ ഒരു സമയമായിരുന്നു. ആ സമയത്ത് മലയാളത്തിലെ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ജനകീയമായി കവിത എഴുതിയാണ് ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും എഴുത്തച്ഛനും ഒക്കെ. അതുകൊണ്ട് തീർച്ചയായും കൃഷ്ണഗാഥ അത്തരത്തിലുള്ള ഒരു കവിതയായിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നിസ്സംശയം പറയാം. അപ്പൊ നാലാമത്തെ ഓപ്ഷൻ എന്താണ്, ശരിയാണ്. ഇവിടെ നമുക്ക് കിട്ടിയത് 1 തെറ്റ്, 2 ശരി, 3 ശരി, 4 ശരി. നോക്കിയേ, 1 തെറ്റ്, 2 ശരി, 3 ശരി, 4 തെറ്റ്. ഇതിൽ ചെറുശ്ശേരിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ 1ഉം 2ഉം തെറ്റ്. നോക്കിയേ, 1 തെറ്റാണ്, പക്ഷെ 2 ശരിയല്ലേ? അപ്പോൾ അതല്ല. എല്ലാം ശരി, അതല്ല. ഇനി 2ഉം 4ഉം ശരി, 3 തെറ്റ്, അതാണോ? അല്ല. ഓപ്ഷൻ ഡി, 1 മാത്രം തെറ്റ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യേണ്ടത്. 1 മാത്രം തെറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത് എല്ലാ പ്രസ്താവനയും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുകയാണ്. ഇനി നിങ്ങൾക്ക് പ്രസ്താവനകൾ എല്ലാം കൃത്യമായി അറിയില്ല, നിങ്ങൾക്ക് എല്ലാ പ്രസ്താവനകളും കൃത്യമായി അറിയില്ല. ആ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഉത്തരം എഴുതുന്നത്. എങ്ങനെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തും മക്കളെ? 4 പ്രസ്താവനകൾ തന്നു, 4 സൂചനകൾ തന്നു, എന്നിട്ട് എന്ത് ചെയ്യാണ്, ഉത്തരത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഓപ്ഷനിൽ നിന്ന് എന്ത് ചെയ്യാം, ഓപ്ഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ ആ രീതിയാണ് നമ്മൾ ഇവിടെ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ഈ ചോദ്യം ചെയ്യാണ്. ചോദ്യം ചെറുശ്ശേരിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ 1 ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു. തീർച്ചയായും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ വളരെ ചെറിയ ക്ലാസ് മുതൽ LSS എക്സാം എഴുതുന്ന സമയം മുതലേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു വന്നതാണ്. അങ്ങനെയാണെങ്കിൽ 1 തെറ്റാണ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കണ്ടുപിടിച്ചു. 1 തെറ്റാണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് നേരെ ഓപ്ഷനിലേക്ക് പോകുന്നു. എന്നിട്ട് ഓപ്ഷൻ നോക്കുകയാണ്. 1ഉം 2ഉം തെറ്റ് എന്നാണ് പറയുന്നത്. 1 തെറ്റാണെന്ന് കണ്ടുപിടിച്ചു, 1ഉം 2ഉം തെറ്റ് എന്നാണ് എ എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ 1 തെറ്റ് എന്ന് പറയുന്നത് കൊണ്ട് അത് സാധ്യതയുണ്ട്, ഉത്തരമാവാൻ സാധ്യതയുണ്ട്, അതവിടെ വെച്ചു. ബി എന്ന് പറയുന്ന ഓപ്ഷൻ എല്ലാം ശരി എന്നാണ്. നിങ്ങൾ നോക്കിയേ, 1 തെറ്റല്ലേ? അപ്പൊ ബി എല്ലാം ശരി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ബി എന്ന ഓപ്ഷൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നു. ഇനി
അടുത്തത് 2ഉം 4ഉം ശരി 3 തെറ്റ്. നമുക്കറിയില്ല, നമ്മൾ വിടുന്നു. 2 നോക്കിയേ, 1 മാത്രം തെറ്റ്, 1 മാത്രം തെറ്റ്, 1 മാത്രമാണ് തെറ്റ്. അത് നമുക്കറിയില്ല, അത് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ വെക്കുന്നു, അവിടെ വെക്കുന്നു. ഇനി നമ്മൾ എവിടത്തേക്ക് പോവാണ്? നിങ്ങളിത് വായിക്കുകയാണ്. ഇത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ആൻസർ ആണെന്ത്? കൃഷ്ണഗാഥ പ്രധാന കൃതിയാണ് എന്നത് എന്താണ്? അത് ശരിയാണെന്നുള്ള ആൻസർ. കൃഷ്ണഗാഥ പ്രധാന കൃതിയാണെന്നുള്ളത് ശരിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 ശരിയാണ് നമ്മൾ പഠിച്ചു. നിങ്ങൾ നോക്കിയേ, 3 തെറ്റാണെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ? 2ഉം 4ഉം ശരി, 3 തെറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എന്താണ്? ഇതും എന്താണ്? ഇതും തെറ്റാണ്. നോക്കിയേ, 2ഉം 4ഉം ശരി, 3 തെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതും എന്താണ്? തെറ്റാണ്. ഇനി നിങ്ങൾ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, നോക്കിയേ, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ 1 മാത്രം ശരി, 1 മാത്രം തെറ്റ്. ഒന്നെങ്കിൽ അത് നമ്മുടെ ഉത്തരമാവാം, അല്ലെങ്കിൽ 1ഉം 2ഉം തെറ്റ്, 1ഉം 2ഉം തെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരമായിരിക്കും. ഇനി നമ്മൾ എന്ത് വായിച്ചു നോക്കുകയാണ്? നമ്മൾ 2 സൂചനകൾ വായിച്ചു നോക്കുകയാണ്. ഇതിൽ നമ്മൾ വായിക്കുന്നു, കോലത്ത് നാടിലെ ഉദയവർമ്മ രാജാവിന്റെ കൊട്ടാരം കവിയായിരുന്നു എന്ന് വായിക്കുന്നു. അത് നമ്മൾ പഠിച്ചു വെച്ച കാര്യമാണ്. നമുക്ക് സംശയം ഉണ്ടാവുക 2നേക്കാൾ കൂടുതൽ 4ലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ കുറച്ചുകൂടി നമുക്ക് അറിയാവുന്ന ഒരു ഉത്തരം 2 ആയതുകൊണ്ട് 2 വായിക്കുന്നു, 2 ശരിയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ 2 ശരിയാണ്, 2 ശരിയാണ്. 1ഉം 2ഉം തെറ്റ് എന്നാണ് എന്ത് പറയുന്നത്? എ എന്ന് പറയുന്ന ഓപ്ഷൻ പറയുന്നത്. അപ്പോൾ ഇതും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഒറ്റൊരു ഓപ്ഷൻ മാത്രം ബാക്കി ഉണ്ടാവും, അതാണ് 1 മാത്രം ശരി എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് എന്താടാ 1 മാത്രം തെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം. ഇത് എല്ലാ പ്രസ്താവനയും വായിച്ച് ഒന്നും നമുക്കറിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്താവന നമുക്ക് ഡൗട്ട് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്ത് ചെയ്യാം? ഉത്തരം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാർഗം മാത്രമാണ്. നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ ഒരു ധാരണ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് അറിയണം. ഇതൊരു എളുപ്പ മാർഗമല്ല. ഓക്കെ, ഇനി അടുത്തയിലേക്ക് പോവാണ്. സൂചനകളിൽ നിന്ന് എഴുത്തുകാരിയെ കണ്ടെത്തുക. സൂചനകളിൽ നിന്ന് എഴുത്തുകാരിയെ കണ്ടെത്തുക. മലയാളത്തിലെ പ്രശസ്ത കവയിത്രി, പരിസ്ഥിതി പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക, സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായ ബോധേശ്വരന്റെ മക്കളെ, മലയാളത്തിലെ പ്രശസ്ത കവയിത്രി, പരിസ്ഥിതി പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക, ബോധേശ്വരന്റെ മകൾ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മൈൻഡിലേക്ക് വരും. അതുപോലെ രാത്രിമഴ എന്നൊരു പേര് കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ആരെ കുറിച്ചാണ്? മാധവിക്കുട്ടി, സുഗതകുമാരി, മാധവിയമ്മ, ബാലാമണിയമ്മ. തീർച്ചയായിട്ടും അതാരാണ്? സുഗതകുമാരിയാണ്. ഓർത്ത് വെക്കുക. 2 പേരുകൾ, ഒന്ന് രാത്രിമഴ, മറ്റൊന്ന് അഭയയാണ്. സുഗതകുമാരിയുടെ സംഘടനയാണ്, അദ്ദേഹം രൂപം കൊടുത്ത സംഘടനയാണ് അഭയ എന്ന് പറയുന്നത്. കേരളത്തിലെ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിട്ട് ആരായിരുന്നു? നമ്മുടെ സുഗതകുമാരിയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് വരുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെയെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. നജീബ് എന്ന കഥാപാത്രത്തെ കേന്ദ്ര കഥാപാത്രമാക്കി ബെന്യാമിൻ എഴുതിയ ഏത് നോവലുമായി ബന്ധപ്പെട്ടതാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന? മക്കളെ, നാം അനുഭവിക്കാത്തതൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണ് എന്ന് പറയുന്നത് മക്കളെ ഏത് നോവലുമായി ബന്ധപ്പെട്ടതാണ്? മഞ്ഞവെയിൽ മരണങ്ങൾ, ആടുജീവിതം, സമ്പർക്കകാന്തി, ആരാച്ചാർ. ഇതിലേതാണ്? നമ്മൾ 2 ഓപ്ഷനുകൾ, 2 സൂചനകളിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തത് ബെന്യാമിൻ എഴുതിയ 2 സാധ്യതകളെ ഇതിലുള്ളൂ. അതിലൊന്ന് ആടുജീവിതമാകാം, അല്ലെങ്കിൽ മഞ്ഞവെയിൽ മരണങ്ങളാകാം. സമ്പർക്കകാന്തി മറ്റൊരാൾ എഴുതിയ വി ശ്രീലാൽ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ആരാച്ചാർ KR മീര എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അപ്പൊ 2 ഓപ്ഷനുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നു. മഞ്ഞവെയിൽ മരണങ്ങൾ, ആടുജീവിതം. അതിൽ തന്നെ രണ്ടാമത്തെ സൂചന, നജീബ് എന്ന കഥാപാത്രം അത് മഞ്ഞവെയിൽ മരണങ്ങളാണോ? അല്ല, ആടുജീവിതമാണ്. ആടുജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആടുജീവിതം എന്ന രീതിയിലേക്ക് എത്തുന്നു. അപ്പൊ ബെന്യാമിൻ നജീബ് എവിടത്തേക്ക് എത്തുകയാണ്? ആടുജീവിതത്തിലേക്ക് എത്തുന്നു. ഓപ്ഷൻ ബി ഉത്തരമായിട്ട് കണക്കാക്കാം. അടുത്ത ചോദ്യം, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി ഏത്? നിങ്ങൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് ഉത്തരം എഴുതണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, തീർച്ചയായും നിങ്ങളെ കൺഫ്യൂഷൻ ആക്കും. ചോദ്യം, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. അപ്പോ ഈ വരികൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇത് അക്കിത്തത്തിന്റെ വരികളാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ നോക്കുകയാണ്. ഇടത്തെ ഭാഗത്താണ് കവികളുള്ളത്. ആദ്യം തന്നെ അക്കിത്തമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്ഷൻ എ സെലക്ട് ചെയ്യുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ജോഡിയാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ബലിദർശനം എന്ന കൃതിയിലേതാണ് ഈ വരികൾ എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. അപ്പോ
മറ്റൊരു തരത്തിൽ പഠിച്ചു വെച്ച കുട്ടി ഉണ്ടാവും. കുട്ടി പഠിക്കുന്നത് വെളിച്ചം ദുഃഖമാണുള്ളി തമസ്തല്ല സുഖപ്രദം. ഇത് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന് പറയുന്ന കൃതി ഏതാണ്? കുട്ടി റൈറ്റ് സൈഡ് ആണ് നോക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ആദ്യം ഒരു 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം ഇവിടെ കാണുന്നു. കുട്ടി എന്ത് ചെയ്യുന്നു? ഓപ്ഷൻ സി സെലക്ട് ചെയ്യുന്നു. അപ്പോഴും അതിലൊരു തെറ്റുണ്ട്, കാരണം ഇവിടെ ഇടശ്ശേരി എന്നാണുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി തെറ്റാണ്. നോക്കിയേ, എയും സിയും ഉത്തരമായി സെലക്ട് ചെയ്തേക്കാം, പക്ഷേ ഉത്തരമല്ല. അതെന്താണ്? തെറ്റാണ്, തെറ്റാവാനുള്ള സാധ്യതയാണ്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. അക്കിത്തം അച്യുതൻ നമ്പൂതിരി 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. കവിയുടെ പേര് അക്കിത്തം, കൃതിയുടെ പേര് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വയലാർ അവാർഡ് നേടിയ ഉജ്ജയിനി ആരുടെ കവിതയാണ്? ഇപ്പൊ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഉജ്ജയിനി ആരുടെ കവിതയാണ്? ONV, റഫീഖ് അഹമ്മദ്, ചങ്ങമ്പുഴ, വൈലോപ്പള്ളി. മക്കളത് ONVയുടെ കവിതയാണ്. ONVയുടെ കവിതയാണ് ഉജ്ജയിനി എന്ന് പറയുന്ന കവിത. അടുത്തത്, കൂട്ടത്തിൽ കൂടാത്തത് ഏത്? കൂട്ടത്തിൽ കൂടാത്തത് ഒറ്റയാനെ കണ്ടുപിടിക്കുക. ഇവിടെ എന്താടാ? ഒറ്റയാനെ കണ്ടുപിടിക്കുക എന്നതാണ് ചോദ്യം. അപ്പൊ ചോദ്യം എന്താണ്? ചോദ്യം ആകാശം, ഗമനം, അമ്പരം, ഗഗനം. മക്കൾ ഇതിൽ കൂട്ടത്തിൽ കൂടാത്തത് ഗമനമാണ്. കൂട്ടത്തിൽ കൂടാത്തത് ഗമനമാണ്. മറ്റതൊക്കെ ആകാശത്തിന്റെ മറ്റു പദങ്ങളാണ് അല്ലെ. ആകാശം എന്ന് പറഞ്ഞാലും അമ്പരം എന്ന് പറഞ്ഞാലും ഗഗനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശമാണ്. നിങ്ങൾ ഗമനം എന്ന് പറയുമ്പോൾ ഗഗനം പോലെ തോന്നിക്കുമെങ്കിലും ഗമനം യാത്രയാണ്. ഗമനം എന്ന് പറഞ്ഞാൽ യാത്ര, ഗമനം യാത്രയാണ്. ഗഗനം ആകാശമാണ്. എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് എന്ന് വീണ്ടും ചോദിക്കുകയാണ്. ചോദ്യം ജനകൻ, താതൻ, കാതൻ, ജനയിതാവ്. നോക്കിയേ നിങ്ങൾ, ഇതില് ജനകൻ എന്ന് പറഞ്ഞാലും താതൻ എന്ന് പറഞ്ഞാലും ജനയിതാവ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. അച്ഛന്റെ, പിതാവിന്റെ മറ്റു പദങ്ങളാണ് എന്ത്? ജനകൻ, താതൻ, ജനയിതാവ്. മക്കളെ, കാന്തൻ എന്ന് പറഞ്ഞാൽ ഭർത്താവാണ്. കാന്തൻ ഭർത്താവ്, കാന്തൻ ഭർത്താവാണ്. ബാക്കിയൊക്കെ എന്താടാ? ബാക്കിയൊക്കെ അച്ഛന്റെ, പിതാവിന്റെ മറ്റു പദങ്ങളാണ്. എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പൊ ഉത്തരം സി കാന്തനാണ്. അടുത്തത്, ഗാന്ധിജിയുടെ മരണത്തെ തുടർന്ന് വള്ളത്തോൾ എഴുതിയ കവിത. അപ്പൊ ഗാന്ധിജിയുടെ മരണത്തെ തുടർന്ന് വള്ളത്തോൾ എഴുതിയ കവിത, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് വള്ളത്തോൾ എഴുതിയ കവിത എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് നേരെ പോകുന്നത് എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലേക്കാണ്. പക്ഷേ ഗാന്ധിജിയുടെ മരണത്തെ തുടർന്ന് വള്ളത്തോൾ എഴുതുന്ന കവിത ബാപ്പുജിയാണ്. മക്കളെ ഓർത്ത് വെക്കുക. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കവിതകൾ എന്നാണെങ്കിൽ നമുക്ക് രണ്ട് കവിതകൾ സെലക്ട് ചെയ്യാം, ബാപ്പുജിയും എന്റെ ഗുരുനാഥനും. ഗാന്ധിജിയുടെ മരണത്തെ തുടർന്ന് വള്ളത്തോൾ എഴുതിയ കവിത മക്കളെ ഏത് സെലക്ട് ചെയ്യണം? എന്റെ ഗുരുനാഥനല്ല, ബാപ്പുജി എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ബാപ്പുജിയാണ് ഉത്തരമായി സെലക്ട് ചെയ്യേണ്ടത്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് തന്നിരിക്കുന്നവർ ആരാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് തന്നിരിക്കുന്നവരിൽ ആരാണ്? എ ബെന്യാമിൻ, ബി NS മാധവൻ, സി KG ശങ്കരപിള്ള, ഡി K ജയകുമാർ. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് KG ശങ്കരപിള്ള. മലയാളത്തിലെ സാഹിത്യത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ആദ്യമായി ലഭിക്കുന്ന ശൂരനാട് കുഞ്ഞമ്പിള്ളക്കാണ്. 2025 ലഭിക്കുന്നത് KG ശങ്കരപിള്ളക്കാണ്. 2024 ലഭിക്കുന്നത് NS മാധവനാണ്. മലയാളത്തിലെ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനക്കാണ്. അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും പരിശോധിച്ചാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ സംഭാവനക്കാണ് എന്ത് ചെയ്ത് പുരസ്കാരം കൊടുക്കുന്നത്. ഏതെങ്കിലും കഥക്ക്, കവിതക്ക് മാത്രമായിട്ടല്ല എന്നുകൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പൊ മലയാളത്തിലെ ഏറ്റവും പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ശൂരനാട് കുഞ്ഞമ്പിള്ളക്കാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായി ലഭിക്കുന്നത് 2025 KG ശങ്കരപിള്ള. ഓക്കെ, അടുത്ത ചോദ്യം, 2024 ഓടക്കുഴൽ പുരസ്കാരം ജേതാവ് K അരവിന്ദൻ, E സന്തോഷ് കുമാർ, EP രാജഗോപാലൻ, പ്രഭാവർമ്മ. അപ്പൊ 2024 ഓടക്കുഴൽ അവാർഡാണ് ചോദിക്കുന്നത്. 24 എന്ന് ചോദിക്കുമ്പോൾ നേരെ ഉത്തരം നമ്മൾ എന്തെഴുതാം? EP രാജഗോപാലൻ എഴുതാം. ഇത് തെറ്റാണ്. 2024 വർഷം. അത് K അരവിന്ദാക്ഷനാണ്. 2024 K അരവിന്ദാക്ഷൻ. അപ്പോൾ 2025 ആര്? 2025 EP രാജഗോപാലൻ എന്ന് ഓർമ്മിക്കുക. 2025 ഓടക്കുഴൽ അവാർഡ് ജേതാവ് EP രാജഗോപാലൻ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഉൾക്കഥ. 2025 ONV അവാർഡ് പ്രഭാവർമ്മക്കാണ്. 2025 ONV അവാർഡ് പ്രഭാവർമ്മക്കാണ്. ഓർക്കുക. 2025 വയലാർ അവാർഡ് ലഭിക്കുന്നത് E സന്തോഷ് കുമാറാണ്. തപോമയുടെ അച്ഛൻ എന്നുള്ള കൃതിക്ക് E സന്തോഷ് കുമാർ, തപോമയുടെ അച്ഛൻ. മലയാള സാഹിത്യത്തിലെ നോവലിനുള്ള 2024 OV വിജയൻ അവാർഡ് ലഭിക്കുന്നത് E സന്തോഷ് കുമാറിനാണ്. ജ്ഞാനഭാരം എന്ന് പറയുന്ന നോവലിനാണ് അവാർഡ് ലഭിക്കുന്നത്. 2024 OV വിജയൻ സ്മാരക അവാർഡ് ലഭിക്കുന്നത് E സന്തോഷ് കുമാർ, നോവൽ ജ്ഞാനഭാരം. 2025 വയലാർ അവാർഡ് E സന്തോഷ് കുമാർ, തപോമയുടെ അച്ഛൻ. യെസ്, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവാ പുരസ്കാരം ലഭിക്കുന്ന എഴുത്തുകാരനാണ് അഖിൽ P ധർമ്മജൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവാ പുരസ്കാരം ലഭിക്കുന്ന
സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ് അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം. വളരെ പ്രശസ്തമായ പുസ്തകമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? അടുത്ത ചോദ്യം, സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? മക്കളെ, തന്നിരിക്കുന്ന ആളുകളൊക്കെ മലയാള രാഷ്ട്രീയത്തിലെ പ്രമുഖരായ ആളുകളാണ്. ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, EMS നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി, VS അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി. ഇതിൽ ആരുടെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം? ഇത് VS അച്യുതാനന്ദന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. ജോസഫ് മുണ്ടശ്ശേരി മാഷിന്റെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ, EMSന്റെ ആത്മകഥ സമരം തന്നെ ജീവിതം, VS അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. 2024 മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആര് എന്നാണ് ചോദ്യം. 2024 മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവന കേരള സർക്കാർ നൽകുന്ന JC ഡാനിയൽ പുരസ്കാര ജേതാവ്. മക്കളെ, ഇതിൽ കമലഹാസനല്ല, മോഹൻലാലല്ല, മമ്മൂട്ടിയല്ല, ശാരദയാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ശാരദക്കാണ് 2024 JCL ഡാനിയൽ പുരസ്കാര ജേതാവായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2025 ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനക്ക് ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ്, അത് മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള മോഹൻലാലാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് മോഹൻലാലിന് ലഭിച്ചത്. മോഹൻലാൽ അവാർഡ് കിട്ടിയെന്ന് മാത്രമല്ല, ഏത് അവാർഡാണ് ലഭിച്ചത്? 2025 വർഷത്തെയാണ് എന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തത് 2005 ചലച്ചിത്രരംഗ സമഗ്ര സംഭാവനക്കുള്ള അവാർഡ് മോഹൻലാല്. ഇന്ത്യൻ സിനിമയുടെ പിതാവാണ് ദാദാ സാഹിബ് ഫാൽക്കെ. അദ്ദേഹത്തിന്റെ പേരിലാണിത് ഈ അവാർഡ് നൽകുന്നത്. അത് 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് വേദിയിൽ വെച്ച് ദ്രൗപദി മുർമു നമ്മുടെ രാഷ്ട്രപതി എന്ത് ചെയ്തിട്ടുണ്ട്, മോഹൻലാൽ അത് ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി അടുത്തത് 2024 സിനിമകളെ ആസ്പദമാക്കി 2025 നവംബറിൽ പ്രഖ്യാപിച്ച 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മക്കളെ അത് മമ്മൂട്ടിയാണ്. മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയാണ്. ഇനി മമ്മൂട്ടിക്ക് ലഭിക്കുന്ന 7ാമത്തെ അവാർഡാണ്, മികച്ച നടനായി 7ാമത്തെ അവാർഡാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. 3 അവാർഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ, മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ്. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ അടുത്തത്, മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ് എന്ന് തുടങ്ങുന്ന കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആര് എന്നുള്ള ചോദ്യമാണ്. മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ് എന്ന് തുടങ്ങുന്ന മലയാളത്തിലെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത്. നിങ്ങൾ എല്ലാ വർഷവും മാതൃഭാഷാ ദിനത്തിൽ ചൊല്ലുന്ന പ്രതിജ്ഞയായിരിക്കും. പ്രതിജ്ഞ എഴുതിയത് MT വാസുദേവൻ നായരാണ്. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ MT എഴുതിയ പ്രതിജ്ഞയാണ് മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. ഓർത്ത് വെക്കുക, നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ MT വാസുദേവൻ നായർ, മഴിയടിയുടെ കഥാകാരൻ M മുകുന്ദൻ, നിളയുടെ കവി P കുഞ്ഞിരാമൻ നായർ, തൃക്കാട്ടൂരിന്റെ കഥാകാരൻ UA ഖാദർ. ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. പുറമോടി കണ്ട് വഞ്ചിതരാകരുത് എന്നർത്ഥം വരുന്ന ചൊല്ല് താഴെ നൽകിയവതിൽ ഏതാണ്? പുറമോടി കണ്ട് വഞ്ചിതരാവരുത്, പുറമോടി കണ്ട് വഞ്ചിതരാവരുത് എന്നുള്ള ചോദ്യം. മക്കളെ, അത്താഴം മുടക്കാൻ നീർക്കോലി മതി, അധികമായാൽ അമൃതം വിഷം, മിന്നുന്നതെല്ലാം പൊന്നല്ല, കാക്ക കൊളിച്ചാൽ കൊക്കാകുമോ? ഇതിലേതാണ് പുറമോടി കണ്ട് വഞ്ചിതരാവരുത് എന്നുള്ള ചൊല്ല്? അത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ചൊല്ലാണ്. ചൊല്ലിന്റെ ആശയം മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു, ഉത്തരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, ചോദ്യങ്ങൾ തീർച്ചയായും നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക, ചോദ്യങ്ങളിലൂടെ എന്ത് ചെയ്യുക, പരിശീലിക്കുക. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യണം, അത് കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും ആത്മവിശ്വാസത്തോടെ അടിപൊളിയായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.